ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ഇതിൽ നിരപരാധിയാണ്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ്, നറുക്കെടുത്തപ്പോൾ ജനങ്ങളൊന്ന് കാണാൻ വേണ്ടി ഒരു ആവേശം കുണിച്ചാൻ വേണ്ടിയാണ്ട് ഒന്ന് ആ ഒരു ഇതിന് ഒരു ആവേശം കൊള്ളിച്ചല്ലോ, ആ ഒരു എടുക്കലെടുത്തു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷെ തെറ്റായിട്ട് ആളുകൾ പറയുന്നത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും സമയം അതിൽ ചെലവഴിച്ചുകൊണ്ട് എടുത്തതാണ്. അത് മാത്രമാണ് ആകെ ഇഷ്യൂ ഉണ്ടായത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ എല്ലാതും തിരയാൻ തുടങ്ങി. അതായത് ഒന്നാം സമ്മാനം എടുക്കുന്ന രീതി ഇങ്ങനെ, അതേപോലെ തന്നെ രണ്ടാം സമ്മാനം എടുക്കുന്ന രീതിയും അങ്ങനെ. ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ നിയമപരമായിട്ടുള്ള തെറ്റാണ് ഇത് എന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി, നമ്മളെല്ലാവരും മനസ്സിലാക്കി, അതിനെതിരെ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്, സത്യം. പക്ഷെ നിങ്ങൾ ഓടി നടന്നിട്ട് ഇവരെവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, ഇവരെങ്ങനെയാണ് ടിക്കറ്റ് എടുത്തത് എന്നാണ് നിങ്ങൾ കരയുന്നത്. അതിലൊന്നും ആളുകൾക്ക് സംശയമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഒരു കൊട്ടയിൽ കൈയിട്ട് അത്ര സമയം സ്പെൻഡ് ചെയ്തതാണ്. എന്തായാലും എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുണ്ടെന്ന് കണ്ടോക്കാം. സാഫിയെ, ഇജ് ആ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ജനങ്ങള്. പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇജ് കൊടുക്കുന്നത് അതിലില്ല. അതെന്താ സംഭവം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും ആ വീട് തിരിച്ചു കൊടുക്കാന്ന് മുമ്പോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞ പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കാണ് വീഡിയോ ആക്കിയിട്ട് ഇറക്കുകയാണ്. നമ്മൾ പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞു വെച്ചാൽ, തൽക്കാലം കൂടെ നിന്നോളി, ഞാൻ കൂടെ വന്ന് എപ്പോൾ വന്ന് എന്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നാട്ടിൽ പരിപാടികളുണ്ട്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ മുപ്പര് പറഞ്ഞ എന്താ ബാങ്കിൽ ഓൾറെഡി എന്തോ ഒരു ലോണിന്റെ പേപ്പർ എന്തോ ക്ലിയർ ആവാനുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മുപ്പർ ഓൾറെഡി നമുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റും കാണിച്ചു കൊടുക്കും. കാരണം ഡോക്യുമെന്റ് ആണോ അല്ലെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ. കാരണം കർണാടകയിലാണ് ഇതിലൊക്കെ എഴുതിയിട്ടോ. ഈ ഒന്നാം സമ്മാനം വീണത് അത് എടുത്തതാണ് പ്രശ്നം. അതായത് അതിൽ കൈയിട്ട് ഇളക്കി സമയം കളഞ്ഞത്. അല്ലാതെ ഈ വീട് ഇയാൾക്ക് പ്രൈസ്, ഇപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ പ്രൈസ് വീണെന്നുണ്ടെങ്കിൽ ഇതാരും ചോദ്യം ചെയ്യുകയില്ല, ഈ ഡാറ്റകളൊന്നും ചോദിച്ചാരും വരൂല്ല. അപ്പൊ ഇതിവിടെ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾ അങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതല്ല. അല്ല, ആ വീഡിയോ ഞാൻ കറക്റ്റ് കണ്ടപ്പോൾ നിങ്ങളതിൽ കൊടുക്കേണ്ടത് പറ്റില്ല. കാരണം അത് കട്ട് ചെയ്ത് കണ്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്താണ്ട് എഴുതികാണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് കാണുന്നുള്ളത് അന്നം തിന്നണ ഏതൊരാൾക്കും മനസ്സിലാവും. പെട്ടെന്ന് ഒരാളോട് മാറാൻ പറയുന്നതൊക്കെ എങ്ങനെ ശരിയാവും? പെട്ടെന്നല്ലല്ലോ, കുറെ കാലമായിട്ടുള്ള എന്തായാലും 2 മാസത്തിന് മുകളിൽ എന്തായാലും ടൈം എടുത്തിട്ടില്ല, 2-3 മാസം അത്രത്തോളം സമയം എടുത്തിട്ടാണല്ലോ ഇവര് നറുക്കെടുപ്പിൽ സ്വന്തം വീട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രൈസ് വീണെന്നൊക്കെ നിങ്ങൾ പിറ്റേ ദിവസം അവിടെ കയറുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. കാരണം ഇത് നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് തെറ്റാ. ഇങ്ങനെ ലോട്ടറി പരിപാടി നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അതോടെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു പ്രൈസ് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ ദിവസം തന്നെ ആ പരിപാടി കൊടുക്കില്ലേ, ആ ചാവി കൊടുക്കണം, അതിൽ കയറണം. വല്ലാത്ത മനുഷ്യന്മാരെന്തായാലും. ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ്. ഇതെന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇത് കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29 ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ടിക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എന്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്, അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓക്കെ, നിങ്ങൾ ഈ ടിക്കറ്റ് എടുത്ത രീതിയാണ് പറയുന്നത്. അതായത് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയാലും, ഓൺലൈനിൽ വാങ്ങിയാലും, അല്ലെങ്കിൽ ഇപ്പോ മുകേഷ് എം നായരും അങ്ങനെ എല്ലാവരും ഒക്കെ ഷെയർ ചെയ്തെന്നാ പറയുന്നതില്ലേ, അവരുടെ വീട് ഞാൻ കണ്ടിട്ടില്ല, ബിജോന്റെ വീട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവരൊക്കെ ഷെയർ ചെയ്ത വീഡിയോ കണ്ടിട്ട് നിങ്ങളത് വാങ്ങി. നിങ്ങളത് ഏത് രീതിയിൽ വാങ്ങിയതാണെങ്കിലും ആർക്കും ഒരു പ്രശ്നം ഇല്ലല്ലോ. ആരാണത് പറഞ്ഞിട്ടുള്ളത് ഇവര് ലോട്ടറി അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത രീതിയിലാണ് പ്രശ്നം എന്നുള്ളത്? ഇത് കുഞ്ഞാന്റെ ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഊരാനോ പോയിട്ടുള്ളത് ഇവരുടെ അടുത്തേക്കല്ല പോകേണ്ടത്, നാസർ ഖാന്റെ അടുത്തേക്കാ പോകേണ്ടത്. എന്നിട്ട് അന്ന് നറുക്കെടുത്ത സാധനത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് കൃത്യമായിട്ടൊന്ന് ഡെമോ കാണിച്ചു തരേണ്ടി വരും. എന്നാലേ വിശ്വസിക്കുള്ളൂ. വിശ്വസിക്കാൻ കഴിയില്ല, ഡെമോ ഇനി കൊടുത്തിട്ടും കാര്യമില്ലല്ലോ. കാരണം പല ആളുകളും ഇത് എങ്ങനെയാണ് എടുക്കുക എന്ന രീതിയിൽ ഒരു ടാപ്പൊക്കെ ഒട്ടിച്ച് അതിനൊരു ചെറിയൊരു അറയുണ്ടാക്കി അതിലേക്ക് കയറ്റി വെക്കുന്ന ഒരു സാധനം കണ്ടില്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വന്നതിന് ശേഷം ആ വീഡിയോ വന്നപ്പോൾ എല്ലാവർക്കും ആ സംശയം അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ളത്. നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു. മാനന്തവാടി വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹലിലെ കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത്. വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബത്തേരിയുണ്ട്, ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ബാംഗ്ലൂരിൽ ഇപ്പോൾ വന്ന് ഓർഡർ എടുക്കാണ്, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട്. കൂടെ വെച്ചിട്ട് അവർ സൈറ്റിലുണ്ട്, ഞാൻ വണ്ടിയിലുണ്ട്. അപ്പോൾ വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞാൻകാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോൺടാക്റ്റും എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നത്, അതായത് ഷുക്കൂറിനോടും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ 13 കൂപ്പൺ ഞങ്ങൾ എടുക്കാനുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ. ഓക്കെ, നിങ്ങൾ അങ്ങനെ 13 എണ്ണം എടുത്തു, കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കാനുള്ള പ്ലാനിൽ എടുത്തു എന്ന കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് പ്രൈസ് വീണതും ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ പ്രൈസ് അതിൽ നിന്ന് എടുത്ത രീതി, ഞാൻ എത്ര തവണയാണ് ഈ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് ജനങ്ങളുടെ ഒരു ഡൗട്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ ഓടി നടന്നു പോയിട്ട് നിങ്ങളിത് എങ്ങനെയാണ് വാങ്ങിയത്, ഇതിന്റെ തെളിവുകൾ തരൂ, അത് കാണിക്കൂ എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് നറുക്കെടുപ്പിന്റെ. ഇപ്പൊ സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തു, അയാളും പറഞ്ഞത് ഈ ഒരു കാര്യം തന്നെയാണ്. എടുത്ത രീതിയാണ് പ്രശ്നമായത്. നറുക്കെടുപ്പ് അതാണ് ഒരു സൊല്യൂഷൻ. ഈ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നാണം കെടാതിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഷാഫിക്ക് പ്രൈസ് വീണു, ഷാഫിയുടെ പേരിലേക്ക് അത് മാറ്റാൻ പോകുന്നു, വണ്ടി കിട്ടിയ ആളായിട്ട് ഷോറൂമിൽ പോകുന്നു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്ക് ഇതിന് എങ്ങനെ ഊരാൻ പറ്റും? ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാനുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്ന ഘട്ടം സമയത്ത്, ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷാഫിയും ഷുക്കൂറും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അത് മെയിനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പര നാട്ടിലുള്ളവർക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, വ്യക്തതയൊന്നും അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് അത് മെയിനായിട്ട് അറിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എനിക്കുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ബത്തേരിയിലാണ് ഈ കൂപ്പൺ എടുക്കുന്നത്. ഈ കൂപ്പൺ 20 വർഷം 24 വർഷത്തിന് ശേഷമാണ് നാസർ എന്ന് പറയുന്ന സ്വന്തം ഉപ്പയെ ഇയാൾ കാണുന്നത്. ഓക്കെ, അതൊക്കെ ഇയാൾ പിന്നീട് എക്സ്പ്ലനേഷൻ വന്നു. ഈ ഒരു സമയത്ത് നറുക്കെടുത്ത സമയത്ത് വലിയ ഇഷ്യൂ ഉണ്ടായപ്പോ ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിയിൽ അറിയുന്ന ഒരാള് കൃത്യമായിട്ട് ഇത് ഇയാളുടെ മകനാണ്, ഈ പറയുന്ന വ്യക്തിയുടെ മകന്റെ കൂട്ടുകാരനാണ് ഇന്ന ആള്. ആ പറഞ്ഞതിൽ എന്ത് നുണയാണ് ഉണ്ടായത്? അതൊക്കെ കറക്റ്റ് ആയിരുന്നു. അതൊക്കെ കൂട്ടി വെച്ചുകൊണ്ടാണ് ആളുകൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കൂട്ടി വെച്ചുകൊണ്ടാണ് ആളുകൾ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ കണക്റ്റഡാ. പക്ഷെ 24 വർഷത്തിന് ശേഷമാണ് ഞാൻ ഉപ്പയെ കാണുന്ന രീതിയിലൊക്കെ പിന്നീട് വീഡിയോ വരുമ്പോഴാണ് ആളുകൾ അറിയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ കുറ്റം പറയാൻ പറ്റൂല. കറക്റ്റ് സ്പോട്ടിലാണ് ഇത്തരം ഡാറ്റാസ് ആളുകളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ എന്താ ആളുകൾ വിചാരിക്കുക? തീർച്ചയായിട്ടും അത് വിചാരിക്കും. അത് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ നറുക്കെടുപ്പ് അല്ലേ? ഷാഫിനെ കുഞ്ഞാനൊക്കെ വിളിക്കുന്ന ആ ഒരു ടോക്കണാണിത്, ഫസ്റ്റ് അടിച്ച ടോക്കൺ. അതിനുശേഷമുള്ള ബാക്കിയുള്ള ടോക്കണുകളാണ് ഇതിന്റെ അടിയിലുള്ള. 1 2 നമുക്ക് ഈ ടോക്കന്റെ കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങളത് ഏത് രീതിയിൽ വാങ്ങി എന്നുള്ള കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കില്ല. 1ാം സമ്മാനം വീണ ആളുടെ അവസ്ഥ ഇതാണ്. അതായത് 1ാം സമ്മാനം വീണ ആള് നിയമപരമായിട്ട് പോകുന്നു, കുറെ യൂട്യൂബർമാർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആളെന്നെ ആ രീതിയിൽ ചിത്രീകരിച്ചത് കൊണ്ടാണ് കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നിയമത്തിന്റെ വശങ്ങളായിട്ട് അങ്ങനെ പോട്ടെ, അതൊക്കെ അത്രയേ ഉള്ളൂ. കാരണം ഇത് നിയമപരമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഗാംബ്ലിംഗ് ഇന്ത്യ ഗവൺമെന്റിനെ, കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം നടത്തി എന്നുള്ള ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അത് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നറുക്കെടുപ്പിൽ കൃത്യമായിട്ട് കുഞ്ഞാൻ അത്ര സമയം അതിൽ ചെലവഴിക്കുന്നു. 2ാം സമ്മാനം കിട്ടിയ ആളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ? അത് നാസർക്ക എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൽ കൈയിട്ട് അത്ര സമയം എടുത്തത്. അത് കൂടാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ 2ാം സമ്മാനം അടിച്ച ആളുടെ അളിയൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് ഇയാൾ തന്നെ തുറന്നു പറഞ്ഞു കണ്ടോക്കി. പിന്നല്ല സംശയമാണ് 2ാം സമ്മാനം ജിമ്നി അടിച്ചത്. അതിന്റെ വൈത്താലും ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കുടുംബങ്ങളാണ്, ബന്ധങ്ങളാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഷർട്ടിട്ട് ആളളിയനാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്റെ അളിയൻ തന്നെയാണ്. അളിയനായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആണ്, വൈഫുമായിട്ട് സെപ്പറേറ്റ് ആണ്. ഏകദേശം ഒരു 1.5-2 കൊല്ലത്തിന്റെ അടുത്തായിട്ട് സെപ്പറേറ്റ് ആണ്. ഞാൻ എവിടെയോ അവരവിടെയോ എന്താണ് നിൽക്കുന്നത്, അവരുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല. ഇനി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്താക്കി എടുത്ത് ഉള്ളതും കൂടി നശിപ്പിച്ചു. അത് ഇനിയിപ്പോ ഒന്ന് നന്നാക്കി കൊണ്ടുവച്ചാൽ അതും പോയി കണക്ഷനാണ്, 1.5 കണക്ഷനാ. ഇപ്പൊ അൻവർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അത് അൻസാർക്ക എടുക്കുന്ന നറുക്കിന്റെ മുന്നിൽ നിൽക്കുന്നു. 2ാം സമ്മാനം വീണ ആളും ഇന്ന രീതിയിലാണ്. ആളുകൾ പിന്നെ എന്ത് വിചാരിക്കും? ആളുകൾ തീർച്ചയായിട്ടും അത് 1ാം സമ്മാനം കിട്ടിയ ആളേനെയും അറിയാം, 2ാം സമ്മാനം കിട്ടിയ ആളേനെയും അറിയാം, അല്ലെങ്കിൽ അതിന്റെ വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഇതിന്റെ പിന്നാമ്പുറങ്ങൾ ആളുകൾ ചകഞ്ഞു പോവില്ല. അത് ആ ഒരു ദിവസം പ്രശ്നമുണ്ടായി ആ പിറ്റേ ദിവസം തന്നെ കറക്റ്റ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇടുന്നെങ്കിൽ ഒരു പക്ഷെ ആളുകൾ വിശ്വസിക്കില്ലേ? ഇനി എങ്ങനെ വിശ്വസിക്കാനാ? ഇനി ആദ്യ വീഡിയോ കണ്ട ആളുകൾ അത് വേറെ വീഡിയോ വന്ന് കണ്ട അത് അംഗീകരിക്കില്ല. നിങ്ങളുടെ വീഡിയോ 27 മിനിറ്റുള്ള വീഡിയോ കണ്ട ആളുകൾ ഒരിക്കലും അത് ഒരു കള്ളത്തരല്ലാന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുഞ്ഞാൻ ഈ വിഷയത്തിൽ ഇനി മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർക്കാന്ന് പറയുന്ന ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇന്നലെയാണ്. ഇന്നലെ ഞാൻ വണ്ടി നോക്കാൻ വേണ്ടി ഷോറൂം പോയിട്ടുണ്ടായിരുന്നു. വണ്ടി നോക്കാൻ ഷോറൂം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാളെ നേരിട്ട് കാണുന്നത്. പിന്നെ ആ സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നതാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവിചാരിതമായിട്ട്. ഈ നാസർക്ക എന്ന് പറഞ്ഞ ആളാന്ന് അറിഞ്ഞുകൊണ്ട്
പോയിട്ട് അല്ല സംസാരിക്കുന്നത്. നാസർക്കി മറിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരാളാണ്. അതേപോലെ മറ്റേ ആൾക്കാർ സാപ്പി ഓര് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയ കൂടെ അല്ലാതെ ജീവനോടെ. അതെ, അപ്പൊ നേരിട്ട് കാണുന്ന ഇന്നാണ്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് വിശ്വസിച്ചു. പിന്നെ ഇത് പറയാനുള്ള എന്താ വെച്ചാൽ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത്, ഞാൻ ഈ നറുക്കെടുത്ത് ഞാൻ പണിയെടുത്ത പൈസക്ക് നറുക്കെടുത്തിട്ട് എന്താണ് ഈ 1000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ടിക്കറ്റ് 2000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഞാൻ പണിയെടുത്ത പൈസക്ക് എടുത്താണ്. ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കിട്ടുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ. അതിങ്ങനെ അതിപ്പോ എങ്ങനെയാ അവസ്ഥ. ഓക്കെ ഓക്കെ, അധ്വാനിച്ച പണം കൊടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സുതാര്യമായ രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആ സമയത്തെ കുറിച്ചിട്ട് തന്നെയാണ്. സമയം അത് വളരെ വിലപ്പെട്ടതാ. ആ ഒരു സമയം അയാൾ അതിൻ്റെ ഉള്ളിൽ സെക്കൻഡുകളെങ്കിൽ സെക്കൻഡുകൾ അത് കളഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇന്നും കൂടിയും കഴിഞ്ഞ് ചിലപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അവസാനിക്കും. അത് അങ്ങനെ അവസാനിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചകഞ്ഞ് പോകുമ്പോൾ അത് കൂടുതൽ വഷളാവുള്ളൂ. കുഞ്ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ വാക്കൊന്ന് കേൾക്കാം. ഇനി ഇതിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇടാനോ ഇതാക്കാനോ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് കാര്യം തെളിവ് സഹിതം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം അതൊക്കെ എന്താ അറിയോ, ഓരോരോ യൂട്യൂബർമാരും ഇപ്പൊ റീച്ചിന് വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ അടിച്ചു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ പോയി ഇങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കും. അല്ല ഞാൻ ഇഞ്ച ഭാഗത്തുള്ള ഇത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിന്നെ. ഇതല്ലാതെ വെച്ച് വേറൊന്നും പറയല്ല. പിന്നെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ഞാൻ നറുക്കെടുത്തു. കാരണം ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നറുക്കെടുത്തില്ല. അത് കുറച്ചു നേരം എന്നിട്ട് അടിയിൽ പോയി ഒന്ന് ഇതാക്കിയെന്ന് മാത്രം. അല്ലാതെ നമ്മൾ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ വിവാദാക്കാരം ആ ഒരു ഇതുള്ളൂ. ഇതിന് അത്രയും ടിക്കറ്റില്ലേ, എങ്ങനെ ഞാൻ അവിടെയൊക്കെ പശ വെച്ചൊട്ടിച്ച. അപ്പോൾ ദയവ് വിചാരിച്ച് എന്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് അതുള്ളൂ മനസ്സിലാക്കാൻ കഴിവില്ല ആൾക്കാരോട് മനസ്സിലാക്കി. വേറെ ഞാൻ ഒന്നും വിശദീകരിക്കാൻ എനിക്കില്ല. എല്ലാം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഇട്ട് നിൽക്കണം. അസ്സലാമു അലൈക്കും. പറയാനുള്ളൂ എന്റെ പൊന്നുമോനെ, നിങ്ങൾ എടുത്ത ആ ഒരു തെറ്റുണ്ടല്ലോ, ആ ഒരു തെറ്റൊരു 1.5 തെറ്റാ. ഇവിടെ നറുക്കെടുപ്പ് മാത്രമാണ് ആകെ സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പ് അത് തന്നെ. അല്ലാതെ ഇത് ഒഴിവാക്കിയാണ്ട് പോട്ടെ, ഒരു തെറ്റ് പറ്റി എന്നൊരു രീതിയിൽ അങ്ങനെ പോവാച്ച പോട്ടെ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പിന്നെ യൂട്യൂബർമാര് പല ആളുകളും അന്വേഷിച്ചുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളത്. ആ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു തർക്കുക കാര്യത്തിൽ വേണ്ട. അതായത് ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ കണക്ഷൻ ഉണ്ട് എന്ന് അവരൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും അതിനെ സാധൂകരിക്കുന്ന പല ഡാറ്റാസും നിങ്ങളുടെ 27 മിനിറ്റുള്ള വീഡിയോയിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ലൈവിലൂടെ കണ്ടിട്ടുണ്ട്. അത്ര പറയുന്നുള്ളൂ, കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഈ ലോട്ടറി അടിച്ച ആളുകളെ വിളിച്ച് ശല്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് പറയാനാ? നമുക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ നമ്പർ പുറത്തേക്ക് പോയതുകൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടി, അത്രേ ഉള്ളൂ. ഇതിൽ ചിലപ്പോ എല്ലാവരും നിരപരാധികളായിരിക്കാം. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ട ആളുകൾ ആരും പൊട്ടന്മാരല്ലല്ലോ. ആളുകൾ അത് കണ്ടപ്പോൾ അവരെ മൈൻഡിലേക്ക് കയറിയതും കണ്ണുകൊണ്ട് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്റെ പൈസ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ എന്റെ ചാനലിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നത് നിങ്ങൾ കൂടി കാണാനുണ്ട്. എല്ലാവരും അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ തന്നെയാണ്, ആ വിയർപ്പ് തുള്ളികൾ തന്നെയാണ് ആ ഒരു കൊട്ടയിൽ ഇട്ടിരുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും ആ നറുക്കെടുക്കുന്ന സമയത്ത് ആ രീതിയിൽ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. കൈവിട്ടായതും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇനിയൊക്കെ വരുന്നോട് വെച്ച് കാണാം അല്ലെ. വീണ്ടും പരപ്പതി വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.